അൽക്ക ഗുഡ് മോർണിംഗ്. നമുക്ക് എണീക്കുക വേണ്ട വേണം കുറച്ച് വേണം. ഇന്ന് മോളെ നമ്മുടെ നൂർജമ്മാന്റെയും ഡാഡിന്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. കേക്കൊക്കെ കട്ട് ചെയ്യണ്ടേ നമുക്ക്? ഓക്കെ. അതല്ല പോയിട്ട് വിഷ് ചെയ്യണ്ടേ നൂർജമ്മാനും ഡാഡിനെ? നീ പോയി വിഷ് ചെയ്യോ? മെഗർ ഇവിടെ ഇല്ലല്ലോ. കേക്കൊക്കെ വെച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് ട്ടാ. പക്ഷെ ഈ നൂർജമ്മാനോടും ഡാഡിനോടും പറയരുത്, സർപ്രൈസ് ആണ്, പറയാൻ പാടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും താഴെ പോയിട്ട് അവരെ വിഷ് ചെയ്യാം. ഓക്കെ, ടാറ്റ പറ. രാവിലെ തന്നെ ഉറങ്ങി നീറ്റ് വന്ന് മമ്മനെ കെട്ടിപ്പിടിച്ച് അപ്പം കൊടുത്തത്. ഇനി പറ ഹാപ്പി ആനിവേഴ്സറി പറ. ഇതാണ് മോളെ രാവിലെ തന്നെ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ എടുക്കുന്നത്. മൽക്ക ഒരു പല്ലേക്ക് ഫസ്റ്റ് വാ, എടുത്തൊക്കെ ഫ്രിഡ്ജിലെടുത്തൊക്കെ. മൽക്ക ഇന്ന് ഏത് ബ്രഷ് ചെയ്തിട്ടാ പല്ലേക്കുണ്ട്? വേഗം പറ. ബ്ലൂ. ഒന്നും ഞങ്ങൾ ഇങ്ങനെയാണ് പല്ലേക്കുക. ഏത് ബ്രഷ് വേണമെന്ന് അവള് ചൂസ് ചെയ്യും. 2 പേസ്റ്റും 2 ബ്രഷും. ഓൾക്ക് ഇഷ്ടപ്പെട്ടത് ഓളെടുത്ത് പല്ലേക്കുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. രാവിലെ ബ്രഷ് ചെയ്യിപ്പിക്കാന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. കാരണം അവൾ അങ്ങോട്ടും കൊണ്ട് ഓടി കളിച്ചിട്ട് പിടിച്ച് വെക്കേണ്ടി വരും ബ്രഷ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ. എടുത്തോ, പേസ്റ്റ് എടുത്തോ? എന്നാൽ ഞാൻ ബ്രഷ് ചെയ്യും. അതും വേണോ? 2 പേസ്റ്റും മിക്സ് ചെയ്യാതെ അവൾ ബ്രഷ് ചെയ്യാറില്ല. രണ്ടാമത്തെ പേസ്റ്റും എടുത്ത് മതി മോളെ. വേഗം വേഗം വേഗം. ഏയ് മോളെ ബിസ്ക്കറ്റ് എടുത്ത് വെക്കുന്നേ. രാവിലെ തന്നെ എല്ലാവരും ഫുഡാ കഴിക്കുക, ബിസ്ക്കറ്റ് അല്ല. മാഡം രാവിലെ തന്നെ ഇങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കാൻ പാടില്ല. എന്നോട് ആരാ പറഞ്ഞത് എന്നോട് അത് ബിസ്ക്കറ്റ് എടുക്കാൻ? മൽക്ക രാവിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ കഴിക്കണ്ടേ? ആർക്ക് ബ്രേക്ക്ഫാസ്റ്റ്? ഇത് കണ്ടാ മതി. മൽക്ക അവരേഷ് അണ്ടിപ്പരിപ്പ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഈ അണ്ടിപ്പരിപ്പ് വറുക്കുന്നത് കാണുമ്പോഴാണ്. ഇവിടെ നല്ല പണിയിലാണ്. പക്ഷെ എനിക്ക് ഇതിനോട് വലിയൊരു താല്പര്യമില്ല. വാട്ട് അബൌട്ട് മാഹി? അത്രേ ഉള്ളൂ. ഇത് കണ്ടാൽ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നല്ല ചീത്തയും കേൾക്കും. ഇങ്ങനെ ഓരോന്നിപ്പം മിസ്സാവാൻ തുടങ്ങും. ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാഹിയാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ. മാഹിനെ വീഡിയോ എടുക്കുന്നത്. അതാരാ? നീ വിഷ് ചെയ്തോ? മമ്മി ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കാണ്. ഇവിടെ ഒരാൾ ബിസ്ക്കറ്റ് തിന്നുന്ന തിരക്കിലും. അപ്പം നമ്മുടെ മമ്മിയുടെയും ഡാഡിയുടെയും 35th വെഡിങ് ആനിവേഴ്സറി ആണ്. അതിൻ്റെ സ്പെഷ്യലായിട്ടാണ് ഇവിടെ ബിരിയാണി പ്രിപ്പറേഷൻസും. വേറെ എന്തൊക്കെയുണ്ട് മാഹി? ബിരിയാണി മാത്രമേ ഉള്ളൂ? മതില്ലേ അമ്മാടെ ബിരിയാണി പറഞ്ഞാല്? അത് വേറെ തന്നെയാണ് മമ്മിയുടെ ബിരിയാണി. ഫോൺ കളിക്കണ്ട ഡാഡി? നമുക്ക് ഡാഡിയുടെ അടിക്കണട്ടാ. ചായ വേണം എനിക്ക്? ചായ കുടിക്കാം. ഞങ്ങളിന്ന് ചായ കുടിച്ചിട്ട് വരാം കേട്ടോ മാഹി. സമയം എത്രയായി? വാച്ചില്ല മുത്തേ. ഞാൻ പറഞ്ഞുതരാം എത്ര മണിയായി. പറയേണ്ട ആവശ്യമില്ല. 11 മണി. 11 മണിക്കാണ് ഇവിടെ ഒരാൾ ചായ കുടിക്കണേ. 11 മണി ആയിക്കോട്ടെ, അതിനെന്താ? വല്ലപ്പോഴും അല്ലേ എന്നും. കുട്ടിക്ക് സ്കൂളിൽ ഇവിടെ ഞാൻ 11 മണിക്ക് നീട്ടിട്ടാണല്ലോ ചായ കുടിക്കുക. സ്കൂള് വാ. കുട്ടീനെ സ്കൂളിലേക്ക് വിട്ടിട്ട് നീ പോയി കിടന്നു. മഹില്ലാത്തത് ഉമ്മച്ചി സ്കൂളിൽ മക്കളും നേരത്തെ ആക്കലില്ലേ? രീതി നോന്ന് പറയുന്നു. എന്ത് ആരാ നിന്റെ ടീച്ചർ? ആരാ പേര് പറ. മലാഹയാണോ നിന്റെ ടീച്ചർ? ഇപ്പൊ 2 ദിവസമായിട്ട് ഓൾക്ക് ടീച്ചറെ പഠിപ്പിച്ചു കൊടുത്ത് എനിക്കൊരു പരുവായിക്കള്. ഫുള്ള് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എഴുതാൻ. എഴുതൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ABCDയും 1 2 3 ഒക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ എഴുതാനൊക്കെ. ഇന്ന് പഠിക്കണോ?
നമുക്ക് നീ എഴുതിയതൊക്കെ ഒന്ന് കാണിച്ചു. എൻ്റെ മോൾ എഴുതിയതാണ് ഇതൊക്കെ. എന്നാലും കുഴപ്പമില്ല, അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ എഴുതിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് മേലക്കൂടി എഴുതി. എന്നാലും കുഴപ്പമില്ല, നഴ്സറി എല്ലാം ആയിട്ടുള്ളൂ. മാഷാഅല്ലാഹ് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ അവൾ അതിൻ്റെ മേലക്കൂടി ഇങ്ങനെ എഴുതും. ഇതിൻ്റെയൊക്കെ ലൈനിങ് ബുക്സൊക്കെ കയ്യിലുണ്ട്, അതൊക്കെ അവളുടെ സ്കൂളിലാണ്. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ അവളൊരു ബുക്ക് എടുത്തിട്ട് വന്നാൽ ഞാൻ എഴുതി കൊടുക്കും. അതേപോലെ ഇങ്ങനെ സ്റ്റാറൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താ ടീച്ചർ നമ്മൾ വിളിക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് സ്റ്റാറൊക്കെ ഇട്ട് കൊടുത്താൽ അവൾക്കതൊരു മോട്ടിവേഷൻ പോലെയാണ്. അങ്ങനെ ദേ നമ്മുടെ മമ്മിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്, ദമ്മിൽ കിടക്കുകയാണ്. നമ്മൾ എവിടെ നിന്നൊക്കെ പുറത്ത് പോയി ബിരിയാണി കഴിച്ചാലും ഫൈനലി നമ്മുടെ ബാക്ക് ടു ഹോം എന്ന് പറയുന്ന പോലെയാണ് ഉമ്മയുടെ ബിരിയാണി. ഭയങ്കര ടേസ്റ്റാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും. അവരവരുടെ ഉമ്മാരുടെ ബിരിയാണി മോസ്റ്റ് ഫേവറേറ്റ് ആയിരിക്കും. എന്തായാലും ഞാനും മൽക്കൊക്കെ ഇത് തിന്നാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റിംഗാണ്. അല്ലേ മോളെ? എന്ത് ഈ ചീപ്പോ? ഇന്നലെ മുതൽ പറയുന്നുണ്ട് മിരിക്ക് വന്നാൽ അവളിത് കൊടുക്കും എന്നുള്ളത്. ഇതൊരു ടോയ് ആണ് ആക്ച്വലി, പക്ഷേ ചീപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് വെയിറ്റ് ചെയ്യും മോളെ. അപ്പോൾ ഇവൾ ഇന്നലെ തൊട്ടേ പറയുന്നത് മിരിക്ക് വന്നാൽ അവൾ മുടി വാരി കൊടുക്കും എന്നൊക്കെ. ശരിയാണ്, മിരിക്കിന് പറ്റിയൊരു സൈസ് തന്നെ ഉള്ളൂ ഇത്. അപ്പം ഇന്ന് ലിഫയും ബ്രദറും മിരിക്കൊക്കെ വരുന്നുണ്ട്. അവർ ഉച്ചയാകുമ്പത്തിനെത്തും. കുറേ ആയി മിരിക്ക് ഇങ്ങോട്ട് വന്നിട്ടൊക്കെ. എന്തായാലും ഇപ്പം നമ്മൾ വെയിറ്റിങ്ങിലാണ് അല്ലേ മോളെ? അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രോസസ്സിങ്ങിലാണ് ചിക്കൻ പൊരി. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കാം, അത്രേ ഉള്ളൂ. മന നോക്കിയാ? അങ്ങനെ ദേ എൻ്റെ മലക്ക കൂളിയൊക്കെ കഴിഞ്ഞു. നോക്കി മന ചിരിച്ച? ഓളിപ്പോൾ നോക്കൂല, ഓളെ പരിപാടി ഇതാ. ഇപ്പോൾ ഈ കാർട്ടൂൺ കാണുന്ന പരിപാടിയാണ് ഇതേ കാണുന്നത്. ഇപ്പം ഉള്ളതാണ് ഈ ഒരു വീഡിയോ. അങ്ങനെ ദേ നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്യുന്ന ആൾ എൻ്റെ മലക്കയാണ്. അപ്പം അവൾ കഴിച്ചാൽ തന്നെ പെർഫെക്റ്റ് എന്നുള്ള ഒരു റിസൾട്ടാണ്. അവൾ ഫുഡ് കഴിച്ചോ അപ്പം അത് ടേസ്റ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. എമ്മിയാണോ? എന്തായാലും മുജി തരാം. എമ്മിയാണോ? മോള് ഫുഡ് കഴിച്ചാൽ ഏറ്റവും വലിയ ഫുഡ് ടേസ്റ്ററാണ് അവള്. ഓളായതൊന്നും അവള് കഴിക്കൂല. അപ്പം എന്തായാലും ഞാൻ ഇനി ഫുഡ് കൊടുക്കട്ടെ. മാഗി എന്താണ് പറയാനുള്ളത്? മൽക്ക എന്താ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നത്? പറ മാഹി, something about your parents. Mummy, are you happy? Happy. Or Shaima? 35 അല്ല മമ്മി, 35. അപ്പം എന്തായാലും നമ്മളിതേ ബ്രദറിനെയും ലിഫിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി കണ്ടിട്ട് അങ്ങോട്ട് കഴിക്കാൻ തോന്നിയിട്ട് വയ്യ, വിശന്നിരിക്കുകയാണ്. മൽക്ക പിന്നെ ഓൾറെഡി കഴിച്ചു. അല്ല മോളെ, എങ്ങനെ ഉണ്ടായിരുന്നു മമ്മച്ചിയുടെ ബിരിയാണി? എങ്ങനെ ഉണ്ടായിരുന്നു? യമ്മി. നീ ഫുള്ള് കഴിച്ചോ? കളിപ്പിക്കും. ഓക്കെ, ഞങ്ങള് ഫുഡ് തിന്നും, മൽക്ക കളിപ്പിക്കും അല്ലേ? ഏതാ അവളുടെ പറച്ചില്? അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്താണ് ഇങ്ങോട്ട് നോക്കമ്മാനെ നോക്കി, ആരെ വെയിറ്റ് ചെയ്യാ? നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? മൽക്ക എന്താ ഇവിടെ ഇരിക്കുന്നത്? മിറിക്കിനെ ഇരിക്കുന്ന തിരക്കിലാണ്, മിറിക്കിനെ വെയിറ്റ് ചെയ്യുന്ന തിരക്കിലാണ് എൻ്റെ മൽക്ക. എന്താണ് ബേബിനെ കണ്ട മൽക്ക? ബേബിനെ കണ്ട? എന്താ ബേബിന് ഇഷ്ടായ?
കൈയൊക്കെ ചൂണ്ടിട്ടുണ്ടല്ലോ. നോക്കണേ. അങ്ങനെ എല്ലാവരും വന്നതും വാവയെ കളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. മമ്മിയുടെ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു, അതും ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറയാലോ, കുറേ കാലമായിട്ട് ഈ ലഗോൺ ചിക്കൻ ബിരിയാണി വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ കഴിക്കുകയും ചെയ്തു. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ വല്ലപ്പോഴുമാണ് ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ഇടയിൽ സെല്ലൂനെ നമ്മളെല്ലാവരും മിസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫൈനലി ഇതേ നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളുടെ ഒരു കുഞ്ഞു സർപ്രൈസാണിത്. അപ്പം നമ്മളടുത്ത് ലീമുള്ളതുകൊണ്ട് വലിയൊരു ഗുണമാണ്. നല്ല ടേസ്റ്റുള്ള കേക്ക് നമുക്ക് കഴിക്കാം. മാഹി സെറ്റല്ലേ? നമ്മൾ ചോക്ലേറ്റ് എന്ത് ക്രംബിൾ ചോക്ലേറ്റ് ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്താ അവസ്ഥ? അവളെ പിടിച്ചോട്ടെ മോളെ. എന്താണ്? കേക്കാണോ? Very good. Very good. Very good. Yes. അങ്ങനെ നമ്മളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തു. ഇതേ നോക്കി എന്തൊരു ഹാപ്പി ഫ്രെയിമല്ലേ അവരുടേത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്തു. ഇതിൽ സെല്ലൂൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മളെ മിറിക്ക് ഇതാ നമ്മുടെ വീട്ടിലെത്തി. ഭയങ്കര ഹാപ്പിയിലായിരുന്നു. ഇപ്പം ചൂടെടുത്തിട്ടുള്ള വാശിയിലാണ് അവനുള്ളത്. ഫേസ്ബുക്ക് ദേഷ്യം പിടിച്ച മിറിക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. നമ്മളെ ഉമ്മാൻ്റെയും ഡാഡിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നല്ലൊരു ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ 90 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം വരികയാണ്. മുമ്പ് അവരൊരു പ്രാവശ്യം വന്നിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് മടിയായിട്ടാണ്. പിന്നെ നമ്മളിതേ വാവനെ കളിപ്പിക്കുന്ന തിരക്കിൽ തന്നെയാണ് എല്ലാവരും. എന്റെ മൽക്ക വാവന്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല. ഞാനും അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് മൽക്കനും ബേബിനും ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്തു. സമയം ഏകദേശം അത്യാവശ്യം മഗ്‌രിബിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മ അവിടുന്ന് ബഹളം പൊട്ടിക്കുന്നുണ്ട് വീട്ടിൽ കയറാൻ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.